ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മത്തി മാങ്ങായിട്ട് തേങ്ങ അരച്ച് വെച്ചതാണ്. നല്ല കുറിയ ചാറോട് കൂടിയ ഈ മത്തിക്കറി ചോറിനും കപ്പയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ മീൻകറി ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. മീൻകറി വെക്കുന്നതിന് ഞാൻ 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മീൻകറി നമ്മൾ മാങ്ങയാണ് ചേർക്കുന്നത്, എന്നിട്ട് തേങ്ങ അരച്ച് കറി വെക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ പുളിയുള്ള ഒരു മാങ്ങ, കളർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പച്ചമാങ്ങ തന്നെയാണ്, പുളിയുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 3 ഉള്ളി അരിഞ്ഞെടുത്തത് വഴറ്റാനിടാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് വഴറ്റാനിടാം. അതുപോലെ തന്നെ 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ വഴറ്റാനിടാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വഴലണ്ട, ഇതുപോലെ വഴന്നിരുന്നാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പാനൊന്ന് തണുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ആറാനായിട്ട് വെക്കാം. ആറിക്കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. ആറിയ മുളക് പൊടിയുടെ അരപ്പ് നമ്മൾ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ആ പാൻ കഴുകി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. മുളകെല്ലാം നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തു. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. മത്തി കറി വെക്കുന്നതിന് നമ്മൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു. ഇതും നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു മീൻചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലപോലെ ചൂടായി. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പിടി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. കറിവേപ്പിലയും ഉലുവയും കടുകും ഒക്കെ നല്ലതുപോലെ മൂത്തും ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച മിക്സിയിലുള്ള മുളക് അതിൻ്റെ അരപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ചും വെക്കണം. ചെറിയ തീയിൽ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളവും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് കുറച്ച് മീൻകറിയുടെ ആ ചാറ് വേണം. ഇന്ന് തിളച്ച വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിളച്ച വെള്ളവുമാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടല്ലോ. ഒരു മീൻകറിക്കകത്ത് ഞാൻ ഉപ്പ് ചേർത്തതാണ്, എന്നിട്ട് ഉപ്പില്ല എന്നുള്ള കമൻറ്റുകൾ വന്നിരുന്നു. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് വന്ന ഈ മുളകിൻ്റെ ഗ്രേവിയിലേക്ക് നമുക്ക് മാങ്ങ അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പും കൂടി ഒഴിക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇങ്ങനെ മീൻകറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറും കൂടെ കഴുകി ഇത്തിരി വെള്ളവും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഈ മീൻകറിയുടെ ഗ്രേവി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഗ്രേവി തിളച്ചോന്ന് നോക്കാം. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. മാങ്ങ കഷ്ണമൊന്നും അലുത്ത് വെന്തിട്ടില്ല. നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് മീനൊന്ന് താഴോട്ടൊക്കെ ഒന്ന് ഇറക്കി വെക്കാം. നല്ല ചാറൊക്കെ ഒന്ന് കുറുകിയതാണ്. കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടെ മതി. നമുക്ക് നല്ല കുറിയ ഗ്രേവിയാണ് വേണ്ടത്. ഈ സമയത്തിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം, പുളി നോക്കണം. ഉപ്പും പുളിയൊക്കെ പാകത്തിനാണ്. മാങ്ങ നല്ല രുചിയായിരിക്കും. കൂടെ നമ്മൾ ഒരു കഷ്ണം പുളി ഇട്ടിട്ടുണ്ടല്ലോ. മീൻകറി വേകാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് മീൻകറി ഒന്ന് നോക്കാം. നല്ല നെയ്യുള്ള മത്തിയാണ്. കറി അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.